വിശ്വാസത്താലുള്ള നീതീകരണം. ദൈവമായ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ നീതീകരിക്കുന്നു ഫ്രീ ആയിട്ട്. എന്താണ് അതിന്റെ പ്രസക്തി? കാരണം ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നീതിമാന്മാർക്കുള്ളതാണ്. നീതിമാന്റെ സന്തതി ആഹാരം ഇറക്കുകയില്ല, നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, നീതിമാൻ പന പോലെ തഴയ്ക്കും, നീതിമാന്റെ പിതാവ് മാതാവ് അത്യധികം ആഹ്ലാദിക്കും. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും നീതിമാന് വെച്ചിരിക്കുമ്പോൾ ഈ നീതി നമുക്ക് പ്രാപിക്കണ്ടേ? സങ്കീർത്തനം പറയുന്നു, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി, അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല. ഇതാണ് കാര്യം. ന്യായപ്രമാണം പാലിക്കാതെ വരുമ്പോൾ നമുക്ക് പറ്റുന്നതാണ് ഗിൽറ്റി ഫീലിംഗ് ആണ്. നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മളെ സഹായിക്കാനുള്ളത് കർത്താവാണ്. ആ കർത്താവിന്റെ നേരെ ചെന്ന് അവന്റെ കണ്ണീർ നോക്കി നിൽക്കാൻ നമുക്ക് പറ്റാതെ വരുന്നു. നമ്മുടെ ലംഘനങ്ങൾ, നമ്മുടെ പാപങ്ങൾ നമ്മളെ അപകർഷതാബോധത്തിൽ നിന്ന് അപകർഷതാബോധത്തിലേക്ക്, കുനിഞ്ഞു നടക്കുന്നതിൽ നിന്ന് താഴെ വീഴുന്നതിലേക്ക് നമ്മളെ തകർക്കുമ്പോൾ കർത്താവ് പറയാണ്, വാ, യേശുവിനെ ഇതാ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ, അവനിൽ വിശ്വസിക്കുന്നവനെ അവന്റെ രക്തത്താൽ നീതീകരണം. നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും വരിക, നിന്നെ നീതീകരിക്കാം. നീതീകരിക്കാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ഒന്ന് സഹകരിക്കുക, ധൈര്യമായി നിൽക്കാം. ശത്രുവിന്റെ മുമ്പിൽ നീ തോറ്റോടുകയില്ല. നിന്നെ കണ്ട് സമുദ്രം ഓടും, യോർദാൻ പിൻവാങ്ങും. ചങ്കറപ്പുള്ള വിശ്വാസിയെ കണ്ട് ശത്രു പലായനം ചെയ്യും, പ്രശ്നങ്ങൾ മാറിപ്പോകും. മാത്രമോ നിന്റെ അവകാശത്തിലേക്ക് നിന്ന് കടക്കാം. ഒരു നീതീകരിക്കപ്പെട്ട മനസ്സോടെ ഹൃദയത്തോടെ നീ ഒന്ന് ബൈബിൾ വായിച്ചു നോക്കിക്കേ, കാര്യങ്ങൾ പൊരുൾ തിരിഞ്ഞു വരുന്നത് കാണാം. അപ്പോഴാണ് വചനത്തോട് വിശപ്പും ദാഹവും കൂടുന്നത്.